ഹായ് ഹലോ വെൽക്കം ടു എജുബി. ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി നോക്കുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വീഡിയോ. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് ബാങ്ക് എക്സാം. അപ്പോൾ ബാങ്ക് എക്സാമിൽ ഏതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഏതൊക്കെ പറ്റില്ല, അതിൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യണം, അതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, എത്ര കാലം പഠിക്കണം, അങ്ങനെയൊക്കെ പറയുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ മെയിൻലി ഒരു ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏതൊക്കെ എക്സാം എഴുതാൻ പറ്റുമെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്, അല്ലെ? ഒരു ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ബാങ്ക് എക്സാം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്നവർക്ക് എഴുതാൻ പറ്റിയ ബേസിക് നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന രണ്ട് എക്സാംസ് ഉണ്ട്. ഒന്ന് ക്ലർക്ക് ലെവൽ എക്സാമും അതുപോലെ തന്നെ PO എക്സാമും. ക്ലർക്ക് ലെവൽ എക്സാമും അതുപോലെ PO ലെവൽ എക്സാമും. ക്ലർക്കിന് തന്നെയാണ് നമ്മൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, PO തന്നെയാണ് നമ്മുടെ ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് എഴുതാൻ പറ്റുന്ന ക്ലർക്ക് ലെവൽ എക്സാമും ഉണ്ട്, PO ലെവൽ എക്സാമും ഉണ്ട്. ഈ ക്ലർക്കിലും POയിലും തന്നെ പല ബാങ്കുകൾ ക്ലർക്ക് ലെവൽ എക്സാമും PO ലെവൽ എക്സാമും ചേർത്ത് വിളിക്കുന്നുണ്ട്. അതിൽ നമുക്കുള്ളത് IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്നവർ ബാങ്ക് എക്സാം നടത്തുന്നുണ്ട്. IBPSന് POയും ഉണ്ട്, അതേപോലെ തന്നെ ക്ലർക്കും ഉണ്ട്. അപ്പോൾ രണ്ട് എക്സാം IBPS PO ഉണ്ട്, അതുപോലെ IBPS ക്ലർക്ക് ഉണ്ട്. ഇത് രണ്ട് എക്സാം നമ്മുടെ IBPSന്റെ മെയിൻ എക്സാം ആണ്. 11ഓളം ബാങ്കുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാനറ ബാങ്കാണ് നമ്മുടെ ലീഡിംഗ് ബാങ്ക് ആയിട്ട് വരുന്ന. കാനറ ബാങ്ക് ഉൾപ്പെടുന്ന 12ഓളം ബാങ്കുകൾ ഉള്ള ഒരു എക്സാം ആണ് നമ്മുടെ IBPS PO അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുന്ന എക്സാംസ്. അതുപോലെ നമ്മുടെ SBI PO അതുപോലെ SBI ക്ലർക്ക് രണ്ട് എക്സാം ഉണ്ട്. SBI PO ഉണ്ട്, SBI ക്ലർക്ക് ഉണ്ട്. ഇവർ സെപ്പറേറ്റ് നടത്തും. IBPSന്റെ കൂടെ അല്ലാതെ സെപ്പറേറ്റ് നടത്തുന്നവരാണ് നമ്മുടെ ഈ SBI PO അല്ലെങ്കിൽ SBI ക്ലർക്ക് എന്ന് പറയുന്ന എക്സാം. അതിന്റെ കൂടെ തന്നെ RRB PO ഉണ്ട്, അതുപോലെ RRB ക്ലർക്ക് ഉണ്ട്. RRB ക്ലർക്ക് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയും. RRB PO ഓഫീസർ എക്സാം ഉണ്ട്, RRB ക്ലർക്കും ഉണ്ട്. അപ്പോൾ ഇത് നടത്തുന്നത് IBPS ആണ്, നമ്മുടെ IBPS PO ക്ലർക്ക് നടത്തുന്നത്. SBI ആണ് നമ്മുടെ SBI PO ക്ലർക്ക് നടക്കുന്നത്. പിന്നെ RRB PO ക്ലർക്ക് നടത്തുന്നത് നമ്മുടെ IBPS തന്നെയാണ്, പക്ഷെ RRB സെപ്പറേറ്റ് വിളിക്കുന്ന രണ്ട് എക്സാം ആണ്. അതേപോലെ തന്നെ RBIയുടെ എക്സാമും ഉണ്ട്. RBIക്ക് നമുക്ക് മെയിൻലി വരുന്നത് RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമാണ്. RBI അസിസ്റ്റന്റ് മെയിൻലി നമുക്ക് വിളിക്കുന്ന ബാങ്ക് എക്സാമിൽ RBI വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം. വളരെ സിമ്പിൾ ആണ് നമുക്ക് എഴുതാനായിട്ട്. പക്ഷെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു 90+ ആയിരിക്കും അവന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അവന്റെ 95 ഔട്ട് ഓഫ് 100ൽ 90+ വരുന്ന ഒരു എക്സാം ആണ്. കട്ട് ഓഫ് 90+ വരുന്ന ഒരു എക്സാം ആയിരിക്കും RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം. വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ബട്ട് ആക്യുറസി, if you maintain your accuracy then you can attempt 90+ score. ഓക്കെ, അപ്പോൾ മെയിൻലി നിങ്ങൾക്കുള്ള ബാങ്ക് എക്സാം ആണ് ഈ പറയുന്ന എക്സാംസ്. IBPS PO ക്ലർക്ക്, SBI PO ക്ലർക്ക്, RRB PO ക്ലർക്ക്, അതുപോലെ നമ്മുടെ RBI അസിസ്റ്റന്റ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര എക്സാംസ് ആയി? 7ഓളം എക്സാംസ് ഇപ്പൊ തന്നെയായി. ഇത് എല്ലാ കൊല്ലവും ഈ പറയുന്ന എക്സാംസ് വിളിക്കാറുണ്ട്. എല്ലാ കൊല്ലവും ഈ IBPS POയും ക്ലർക്കും SBI എല്ലാ എക്സാമും എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമാണ്. ഒരുപാട് ജോലി സാധ്യത നേടിത്തരുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ബാങ്ക് ഫീൽഡ് എന്ന് പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും ഈ പറയുന്ന എല്ലാ എക്സാമും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് എഴുതണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മേജർ ബാങ്ക് എക്സാം ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ വിട്ടുപോയ ഒരാളും കൂടെ ഉണ്ട്, ഇൻഷുറൻസ് എക്സാംസ്. NACL, LIC, AIC എന്നൊക്കെ പറയുന്ന കുറച്ച് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം ഇൻഷുറൻസുമായിട്ട് വരുന്നതാണ്. ഇവന്മാരുടെ എല്ലാത്തിൻ്റെയും സിലബസ് ഒന്ന് തന്നെയായിരിക്കും. എല്ലാത്തിൻ്റെ ഒരേ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന എല്ലാ എക്സാമും. ഓക്കെ, നോക്കാം നമുക്ക് എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നാണ്. നമുക്കൊരു 3 ലെവലായിട്ടായിരിക്കും ഇവന്മാരുടെ മെയിൻ പാറ്റേൺ വരിക. ഒരു ക്ലർക്ക് ലെവൽ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് പ്രിലിംസ് ഉണ്ടാകും, അതുപോലെ തന്നെ മെയിൻസ് ഉണ്ടാകും. ക്ലർക്ക് ലെവൽ ആണെങ്കിൽ പ്രിലിംസ്, മെയിൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്, ജോലി കിട്ടി, കഴിഞ്ഞു. ഒരു PO ലെവൽ എക്സാം ആവുമ്പോൾ നിങ്ങൾക്ക് 3 സ്റ്റേജ് ആയിട്ടായിരിക്കും എക്സാം നടത്തുക. ഒന്ന് പ്രിലിംസ് ഉണ്ടാകും, പാസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മെയിൻസ് ഉണ്ടാകും. മെയിൻസും കൂടെ പാസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കൂടെ ഉണ്ടാവും, PO. ഓക്കെ,
ക്ലർക്ക് ലെവൽ എക്സാമിൽ 2 സ്റ്റേജ് ആയിട്ടാണെങ്കിൽ PO ലെവൽ എക്സാമിന് 3 സ്റ്റേജ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. പ്രിലിംസ് കാണും, മെയിൻസ് ഉണ്ടാകും, ഒരു ഇന്റർവ്യൂവും കൂടെ ആയിട്ട് ഫൈനൽ റിസൾട്ട് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അവസാനം എന്ത് കിട്ടുക, ജോലി കിട്ടുക. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ഫോർ PO AO, POയ്ക്കും AOയ്ക്കും മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ പറയുന്ന ഇന്റർവ്യൂ ഉള്ളൂ. ബാക്കി രണ്ടിനും പ്രിലിംസും മെയിൻസും. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട് പഠിക്കണം എന്നാണ് നമുക്ക് ഇതിലറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രിലിംസിൽ വരുമ്പോൾ മെയിൻലി നമ്മുടെ ഈ പറയുന്ന IBPS, SBI, പിന്നെ അതുപോലെ നമ്മുടെ RBI അസിസ്റ്റന്റ്, ഈ പറയുന്ന എക്സാംസ് ഔട്ട് ഓഫ് 100 ആണ്, 100-നാണ് നമ്മുടെ പ്രിലിംസ് വരിക. എന്നാൽ RRB എക്സാം, റീജിയണൽ റൂറൽ ബാങ്കിന്റെ, കേരള ഗ്രാമീൺ ബാങ്കിന്റെ RRB എക്സാമിൽ അവന്മാരുടെ POയ്ക്കായാലും ക്ലർക്കിനായാലും ഔട്ട് ഓഫ് 80-ക്കായിരിക്കും നിങ്ങൾക്ക് പ്രിലിംസ് വരിക. ഔട്ട് ഓഫ് 80-ക്കും അവൻ ഔട്ട് ഓഫ് 100-നും ആയിരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് 80 എന്ന് പറയുമ്പോൾ മൊത്തം നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, മാത്സ്, റീസണിങ് എബിലിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഈ പറയുന്നയാള് നിങ്ങൾക്ക് മെയിൻസിന് മാത്രമേ കാണുള്ളൂ, പ്രിലിംസിന് കാണത്തില്ല. ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് പ്രിലിംസിന് മാത്രമേ കാണുള്ളൂ, പ്രിലിംസിന് കാണത്തില്ല, ഓൺലി ഫോർ മെയിൻസ്. അപ്പോൾ ഉള്ളത് 3 ആൾക്കാർ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്. അവന്മാരുടെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 100-നാണ് എങ്കിൽ ഇവൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 മാർക്കിനായിരിക്കും, റീസണിങ് 35 മാർക്കിനായിരിക്കും, ഇംഗ്ലീഷ് 30 മാർക്കിനായിരിക്കും. ഓക്കെ, അപ്പോൾ ചില എക്സാംസിന് ഇപ്പോൾ മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, 30, 40 വെച്ചിട്ടൊക്കെ ആയിട്ടുണ്ട്, വെയിറ്റേജ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം അല്ലേ. അപ്പോൾ RRB എക്സാമിന് വരുമ്പോൾ അവിടെ 80 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. 80 മാർക്കിൽ നിങ്ങൾക്ക് RRBയുടെ എക്സാംസിൽ മാത്രം ഈ പറയുന്ന 2 ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ആരൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി മാത്രമേ നിങ്ങൾക്ക് 80 മാർക്കിന് കാണുള്ളൂ. വിച്ച് ആർ 40-40 ആയിരിക്കും. 40 മാർക്കിന് വെച്ചിട്ടായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാണില്ല. ബാക്കി പറയുന്ന എല്ലാ IBPS, SBI, RBI ആയാലും നിങ്ങൾക്ക് 3 സെക്ഷൻ ഉണ്ടാവും. ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് 3 ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ RRB എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല, പകരം എന്ത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന 2 ആൾക്കാരേ ഉള്ളൂ, ക്വാണ്ടും റീസണിങ്ങും. മാത്സും റീസണിങ്ങും മാത്രമേ നിങ്ങൾക്ക് അവിടെ കാണുള്ളൂ. ക്രാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മുടെ RRB എക്സാം എന്ന് പറയുന്നത്. 80 മാർക്ക് ഫോർ 45 മിനിറ്റ്സ്, 45 മിനിറ്റിൽ 80 മാർക്ക്. അതിൽ 20 മിനിറ്റ്സ് ഫോർ 20 മിനിറ്റ് ക്വാണ്ടിനും 25 മിനിറ്റ് റീസണിങ്ങിനും. 20 മിനിറ്റ് കൊണ്ട് ക്വാണ്ട് അറ്റംപ്റ്റ് ചെയ്യുക, 25 മിനിറ്റ് കൊണ്ട് റീസണിങ് അറ്റംപ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. 20 മിനിറ്റ് കൊണ്ട് 40 ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നുമെങ്കിലും എല്ലാ കുട്ടികളും പഠിക്കുന്ന ഒരാൾക്ക്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം എന്നാലും നമുക്ക് 20 മിനിറ്റിൽ 40 ചോദ്യം വളരെ സുഖമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ 25 മിനിറ്റിൽ 40 ചോദ്യം റീസണിങ്ങിൽ ചെയ്യാനായിട്ട് അതിന് വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾ നമ്മുടെ ജനറൽ ബാങ്കിങ് അവയർനെസ് ഓൺലി ഫോർ മെയിൻസ് ആണ്. മെയിൻസിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഈ പറയുന്ന 3 സെക്ഷൻസ് ആണ്. ഓക്കെ, അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, ഇത് മാത്രമല്ല, ഈ പറയുന്ന മാത്രമല്ല, ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ആണ്. വൺ ഈസ് ഫോർ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരാളാണ്. ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലെ. നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാം എടുത്താലും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ മാത്രം ഉണ്ടാവും. വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഒരു 3-4 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സിംപ്ലിഫിക്കേഷൻ. മിനിമം 5 എണ്ണം, മാക്സിമം 10 എണ്ണം തന്നെ ഉണ്ടാവും. അതും RRB എക്സാം ആണെങ്കിൽ, ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 10 to 15 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ ഇത് മാത്രമായിട്ടുണ്ടാവും. മൊത്തം 40 ക്വസ്റ്റ്യനിൽ 10 to 15 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ദെൻ പെർസെൻറ്റേജ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പെർസെൻറ്റേജ് നമുക്ക് പഠിക്കേണ്ട, ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരാളാണ് പെർസെൻറ്റേജ്. അതുപോലെ റേഷ്യോ പ്രൊപ്പോർഷൻ. ഈ 2 പെർസെൻറ്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള ഒരു 70% ഓഫ് ടോപ്പിക്കും
നിങ്ങൾക്ക് ഇത്രയും ഭാഗത്ത് കവർ ചെയ്യും. കാരണം നമുക്കുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വരുന്ന എവിടെയായിരിക്കും? ഈ പെർസെൻറ്റേജ് റേഷ്യോ പ്രൊപ്പോർഷൻ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഈ പറയുന്ന രണ്ടാൾക്കാരുമാണ്. കാരണം പല ക്വസ്റ്റ്യനിലും പല ടോപ്പിക്കിലും നമുക്ക് പല പല ഫോർമുലാസ് ഉണ്ടെങ്കിലും നമ്മൾ മിക്കവാറും ചോദ്യങ്ങൾ ചെയ്യുന്ന ഫോർമുല ബേസ് ആയിട്ടിരിക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ അറിയാം, നമുക്ക് ബാക്കിയുള്ളവരെ കാട്ടിലും പെട്ടെന്ന് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഒരു കൺവെൻഷണൽ മെത്തേഡ് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലുള്ള മറ്റൊരു മാർഗം വേണം. അപ്പൊ ആ മാർഗം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാൾക്കാരാണ് പെർസെൻറ്റേജ് റേഷ്യോ. ഈ രണ്ട് ടോപ്പിക് ഉണ്ട് എങ്കിൽ നമുക്കുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിലും നമുക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഷോർട്ട് കട്ട് കംപ്ലീറ്റ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ പറയുന്ന രണ്ടാൾക്കാരെ അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട രണ്ട് ടോപ്പിക്കവുമാരാ. പിന്നെ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, വർക്ക് ആൻഡ് ടൈം ഉണ്ട്, വർക്ക് ആൻഡ് ടൈം, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. ഇത് നമ്മൾ മെയിൻലി വരുന്ന കുറച്ച് ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് 10 to 15 ക്വസ്റ്റ്യൻ, 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിലും ചോദിക്കാം. 3 ക്വസ്റ്റ്യൻ, ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദിച്ചാൽ 5 മാർക്കിനാണ് ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. 3 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക്, 2 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ മെയിൻലി വരുന്ന കുറച്ച് ആൾക്കാർ. ഇത് മാത്രമല്ല, ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട്. ഏജസ് ഉണ്ട്, അതുപോലെ പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു മെയിൻലി നമുക്ക് എടുക്കാനായിട്ട് പറയുന്ന കുറച്ച് ടോപ്പിക്ക് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ആൾക്കാർ. ഓക്കെ, ദെൻ നമ്മുടെ റീസണിങ് എബിലിറ്റി. റീസണിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, പസിൽ അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആള്. കാരണം ഒരു 3 അല്ലെങ്കിൽ 4 പസിൽസ് ഒരു എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കും. 3 അല്ലെങ്കിൽ 4 പസിൽ. 3 അല്ലെങ്കിൽ 4 പസിൽ എന്നാകുമ്പോൾ 20 മാർക്സോളം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പസിൽസ് ആയിരിക്കും. പസിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് റീസണിങ്ങിലെ ഈ പസിൽ എന്ന് പറയുന്ന ആള്. 20 മാർക്സോളം നമുക്ക് പസിൽ എന്ന് കിട്ടും. 15 to 20, 15 to 20 മാർക്ക് പസിൽ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഈസി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 5 മാർക്ക് വെച്ച് നേടാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ സിലോജിസം ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവൻ 1 മിനിറ്റിൽ 5, അവ 1 മിനിറ്റിൽ 5. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം അല്ലെ, 2 മിനിറ്റ് കൊണ്ട് 10 മാർക്ക്, 2 മിനിറ്റിൽ 10 മാർക്ക് തേടിത്തരുന്ന 2 ഭാഗങ്ങളാണ് ഈ സിലോജിസം ഇനിക്വാളിറ്റി എന്ന് പറയുന്ന 2 ടോപ്പിക്സ്. ഓക്കെ, ദെൻ ബ്ലഡ് റിലേഷൻ, കോഡിംഗ്, റീകോഡിംഗ്. പിന്നെ വരുന്ന ടോപ്പിക് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇതിലുള്ളതാ ഓൺലി ഫോർ മെയിൻസ്. ഇത് മെയിൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൻസ് പ്രിലിംസിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇല്ല, മെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് എന്താ ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്. ആൽഫ ന്യൂമറിക് അല്ലെ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റീസണിങ്ങിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും ഈ നമ്മുടെ സിലോയിസോ ഇനിക്വാളിറ്റിയും റിലേഷൻ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള ഇവന്റെ ഒരു 90% ആൾക്കാരും തീർന്നു അല്ലെ? അവന്മാരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിലിംസ് ഒക്കെ നിങ്ങൾക്ക് ഇത്ര ആൾക്കാരാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് ഒക്കെ സുഖമായിട്ട് കയറാനായിട്ട് പറ്റും അല്ലെ? ബാക്കിയും കൂടെ ഉള്ള ആൾക്കാരെ നമ്മൾ പഠിക്കുക, അറിയിക്കുക. കുറച്ച് ടോപ്പിക്സ് കൂടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ ആണ്, ഗുഡ്. അപ്പോൾ ദെൻ ഇംഗ്ലീഷിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിന്റെ മെയിൻ എന്ന് പറയുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. നിങ്ങൾക്ക് 2 റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും. പ്രിലിംസിലാണെങ്കിൽ ഒറ്റ റീഡിംഗ് കോംപ്രഹെൻഷനും, മെയിൻസ് ആവുമ്പോൾ 2 to 3 റീഡിംഗ് കോംപ്രഹെൻഷൻ വരെ ഉണ്ടാവും. ഒരു റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്ന് 10 മാർക്സിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമുക്കറിയാം പ്രിലിംസിൽ എന്ന് പറയുമ്പോൾ മൊത്തം 30 മാർക്കാണ്. 30 മാർക്കിൽ 10 മാർക്കോളം ഒറ്റ ടോപ്പിക്കിൽ നിന്ന് റീഡിംഗ് കോംപ്രഹെൻഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക്. അതെന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ. ഏറ്റവും ബെറ്റർ മാർഗം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിങ്. ന്യൂസ് പേപ്പർ ഡെയിലി റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ന്യൂസ് പേപ്പർ. അതും ദ ഹിന്ദു കൂടുതൽ ഫോളോ ചെയ്യുക. ദ ഹിന്ദു. ഓക്കെ, എഡിറ്റോറിയൽ നന്നായിട്ട് വായിക്കുക. ന്യൂസ് പേപ്പർ നല്ലോണം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ആള് സോ ഈസിയാണ്. ദെൻ ക്ലോസ് ടെസ്റ്റ്, അതുപോലെ എറർ സ്പോട്ടിംഗ്, വൊക്കാബുലറി. യവന്മാരെയൊക്കെ ഒന്ന് പഠിക്കുക, യവന്മാരെയൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇത്ര ആൾക്കാർ നമുക്ക് എന്തിലുണ്ട്? ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ക്ലിയർ ആയി അല്ലേ? ഏതൊക്കെയുണ്ട് നമുക്കറിയാം. റീസണിംഗ് ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് അറിയാം അല്ലെ? ഇത്രയാവുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള ഒരു പ്രിലിംസ് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ
അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന മെയിൻ സ്റ്റേജാ അല്ലെ. മെയിൻസിലും ആരൊക്കെ തന്നെയുള്ള ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഈ എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ട്. അത് ആരായിരിക്കും? നമ്മുടെ ജനറൽ അവയർനെസ്. അത് ലാസ്റ്റ് 6 മന്തിന്റെ ജനറൽ അവയർനെസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വേണ്ടി വരിക. അത് ഓൺലി ഫോർ മെയിൻസ്. ഓക്കെ, അങ്ങോട്ട് പോവാം. അപ്പോ ജനറൽ അവയർനെസ് ഇവൻ പ്രിലിംസിനില്ല, ഓൺലി ഫോർ മെയിൻസിന് മാത്രമാണ്. നമുക്ക് വേണ്ടത് ലാസ്റ്റ് 6 മന്തിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് വേണ്ട. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന പോലെ നമുക്ക് ചരിത്രവും പണ്ടത്തെ കാര്യങ്ങളും അതൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അവസാനത്തെ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ കുറച്ച് സ്റ്റാറ്റിക് ജി കെയും കൂടെ അറിഞ്ഞിരിക്കുക. സ്റ്റാറ്റിക് ജി കെ കുറച്ച് ആൾക്കാരെ പഠിച്ചിരിക്കുക അല്ലെ. കുറച്ച് എയർപോർട്ടും കുറച്ച് കൺട്രി കറൻസിയും അവന്മാരുടെ ക്യാപിറ്റലും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, കുറച്ച് പോർട്ട്, നമ്മുടെ എവിടെയൊക്കെ പോർട്ട് ഉണ്ട്, എവിടെയൊക്കെ മൗണ്ടൻ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ബേസിക് ലെവലായിട്ടുള്ള കുറച്ച് ജി കെ, സ്റ്റാറ്റിക് ജി കെയും കൂടെ കുറച്ചൊന്നും അറിയാം. നമുക്ക് ഏതൊക്കെ മ്യൂസിയംസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടെമ്പിൾ എവിടെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടെമ്പിളൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാട്ടോ ഈ ടെമ്പിൾ എന്ന് പറയുന്ന ആൾക്കാർ. പിന്നെ കുറെ മ്യൂസിക് ഫെസ്റ്റിവൽസ് അല്ലെ, പല സംസ്ഥാനത്തിലും പല മ്യൂസിക് ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റാറ്റിക്കിൽ വരുന്ന ആൾക്കാരാ. അപ്പൊ യുവന്മാരെയൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. കുറച്ച് സ്റ്റാറ്റിക് പഠിക്കുക, 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ബാങ്കിങ് അവയർനെസ് ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് ബാങ്കിങ് അവയർനെസ്. കാരണം ഇപ്പോഴത്തെ എക്സാമിൽ കൂടുതലും വരുന്നത് ബാങ്കിങ് അവയർനെസ്സാ. ഇപ്പൊ സ്റ്റാറ്റിക് കുറച്ച് കാലം മുമ്പ് വരെ സ്റ്റാറ്റിക് കൂടുതലായിരുന്നു. ഇപ്പോൾ സ്റ്റാറ്റിക് ഒക്കെ കുറച്ചിട്ട് ബാങ്കിങ് അവയർനെസ് ഒരുപാടാക്കി. അതും PO ലെവലിലാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ബാങ്കിങ് അവയർനെസ് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. ഒരു PO ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ബാങ്കിങ് അവയർനെസ് കുറച്ചുകൂടെ അറിഞ്ഞിരിക്കണം അല്ലെ. പിന്നെ സ്റ്റാറ്റിക് ജി കെയും കൂടെ അറിഞ്ഞിരിക്കണം. ഇത്ര ആൾക്കാരാണ് നമുക്ക് മെയിൻലി ജനറൽ അവയർനെസ്സിലുള്ളത്. ഓൺലി ഫോർ മെയിൻസിന് മാത്രമേ നമുക്ക് ഈ പറയുന്ന ആള് വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ. അപ്പോൾ നിങ്ങളൊരു എക്സാമിന്, ബാങ്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട്, നമ്മൾ എന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുന്നു അന്ന് തൊട്ട് നമ്മൾ പ്രിലിംസ് കണക്കാക്കി അല്ല പഠിക്കേണ്ടത്. യു ആർ ഫോക്കസിങ് ഓൺ മെയിൻസ്. അപ്പോൾ മെയിൻസ് കണക്കാക്കി തന്നെ പഠിച്ചു പോവുക. എന്ന് തുടങ്ങുന്നു അന്ന് തൊട്ട് തന്നെ നിങ്ങൾ ജി കെയും കൂടെ പഠിച്ചു പോവുക. പലരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് ആണത്. തുടക്കം തൊട്ട് നമുക്ക് പ്രിലിംസ് കയറിയിട്ട് നമുക്ക് മെയിൻസ് പഠിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോൾ പഠിച്ചു തുടങ്ങുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പോൾ അന്ന് തൊട്ട് തന്നെ നിങ്ങൾ ജനറൽ അവയർനെസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ആ സമയം ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നും പ്രിലിംസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ലാഗ് വരത്തില്ല. കുറച്ചുകൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് മെയിൻസിലോട്ട് പോകാനായിട്ട്. കാരണം പ്രിലിംസും മെയിൻസും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെപ്പാട് എക്സ്ട്രാ വരുന്ന ആള് ജനറൽ അവയർനെസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എവനെയും കൂടെ പഠിച്ചു പോവുക. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. ഇതൊരു മിനിമം പ്ലാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു മിനിമം 1.5 മണിക്കൂറെങ്കിലും ഒരു കോണ്ട് പഠിച്ചിരിക്കുക. ആസ് ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് ഏതാണോ വീക്ക് അവനെ കൂടുതൽ പഠിക്കുക, ഏതാണോ സ്ട്രോങ് അവനെ കുറച്ച്, അല്ലേ? അത്രേ ഉള്ളൂ. റീസണിങ് ഡെയിലി 1.5 മണിക്കൂർ, മിനിമം 1.5 മണിക്കൂർ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇംഗ്ലീഷ് ഡെയിലി 1 മണിക്കൂർ പത്രം വായിച്ചിരിക്കണം. GK ഡെയിലി 30 മിനിറ്റ് ഡെയിലി. കാരണം ഡെയിലി ആകുമ്പോൾ കുറച്ചേ കാണുള്ളൂ. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വരുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ളതാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ബൾക്ക് ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 6 മാസത്തെ നമ്മൾ പഠിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് ഈ 6 മാസമൊക്കെ പഠിക്കേണ്ടി വരും, അല്ലേ? അതിനെക്കാട്ടി നമ്മൾ ഓരോ ദിവസത്തെ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 30 മിനിറ്റ്, അല്ലെ 30 മിനിറ്റ് കൊണ്ട് ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം മെയിൻസ് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്ലാൻ വേണം, അല്ലെ? നമ്മൾ എങ്ങനെ ആ എക്സാമിന് അഭിമുഖീകരിക്കണമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. എപ്പോഴും നമ്മൾ ആദ്യം ബേസിക്സ് നമ്മൾ പക്കയാക്കുക, അല്ലെ? ബേസിക്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ കവറായി. പിന്നെ അതിനെ ബൈ പ്രാക്ടീസ് ആണ്, ബാക്കി കംപ്ലീറ്റ് പ്രാക്ടീസ് ആണ്. നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ അവനെ പെട്ടെന്ന് നമ്മളെ ടൈം കുറച്ച് കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. ബേസിക്സ് ഒന്ന് നന്നായിട്ട് അറിയുക. പ്രാക്ടീസ് ഡെയിലി, എന്നും പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും നമ്മൾ ബ്രേക്ക് പാടില്ല, അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു കല്യാണം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഒരു കല്യാണം പോകണമെങ്കിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. രാവിലെ എണീറ്റ് കുറച്ച് നേരത്തെ എണീറ്റ് ഒരു മോക്ക് ചെയ്തതിനു ശേഷം കല്യാണത്തിന് പോവുക. അല്ലെങ്കിൽ വന്നതിന് ശേഷം ഇത്ര മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസവും ബ്രേക്ക് വരാതെ മാക്സിമം ചെയ്യുക. പ്രാക്ടീസ് ഡെയിലി, എല്ലാ ദിവസവും ചെയ്യണം, അല്ലേ? നമ്മൾ ഒരു ദിവസം നമ്മൾ മാറിക്കഴിഞ്ഞാൽ 10 പേര് നമ്മളെ കാട്ടി മുന്നിൽ കയറും. ആ ഒരു കോൺസെപ്റ്റ് വേണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കാനായിട്ട്. ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 10 പിള്ളേർ നമ്മുടെ മീതെ കയറി. അപ്പോൾ ആ 10 പേരുടെ വീണ്ടും നമ്മൾ മറികടക്കണമെങ്കിൽ വീണ്ടും 2 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ എപ്പോഴും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അഭിമുഖീകരിക്കാനായിട്ട്. ഓക്കെ,
റിവൈസ് വീക്കിലി നമ്മൾ എല്ലാ ആഴ്ച നമ്മൾ ഈ പഠിക്കുന്ന സാധനം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മോക്ക് ചെയ്യുന്നതാണ്. മോക്ക് എക്സാം റെഗുലർലി എല്ലാ ദിവസവും മോക്ക് ചെയ്യുക. കാരണം മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കിനെയും പറ്റി നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. ഓക്കെ, അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതിന് വീക്ക്ലി റിവൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ മെയിൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരാളാണ് ആരാ? മെയിൻസ്. അപ്പോൾ മെയിൻസിനും കൂടെ ഉള്ള നമ്മുടെ GKയും കൂടെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എപ്പോഴും നമ്മൾ പോകാനായിട്ട്. അല്ലാതെ നമ്മൾ പ്രിലിംസ് കിട്ടിയതിന് ശേഷം GK പഠിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിൽക്കരുത്. എപ്പോഴും പഠിക്കുമ്പോൾ നമുക്ക് പ്രിലിംസ് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസും കൂടെ പഠിച്ചു പോവുക. ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ അടുത്ത എക്സാം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് ആണ് ഈ പറയുന്നതൊക്കെ. ഒന്ന്, ഇംഗ്ലീഷിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത്, അതുപോലെ GKനെ നിസ്സാരവൽക്കരിക്കുന്നത്. നമ്മൾ ഒരു എക്സാമിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഇംഗ്ലീഷ് GK. കാരണം മാത്സ് റീസണിങ് പോലെയല്ല. മാത്സ് ആണെങ്കിൽ നമുക്ക് ഉത്തരം ചെയ്ത് കിട്ടിയാലേ എഴുതാൻ പറ്റുള്ളൂ. റീസണിങ് നമ്മൾ അത് വരച്ച് അവനെ ഒന്ന് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉത്തരവാകുള്ളൂ. ഇംഗ്ലീഷ് ജസ്റ്റ് ചോദ്യം വായിച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്ന ഓൺ ദ സ്പോട്ടിൽ ഉത്തരം എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിന് നമുക്ക് സമയത്തിന്റെ ആവശ്യമില്ല. ഇവൻ സമയം ഒരു ക്രൈറ്റീരിയ അല്ല ഇംഗ്ലീഷിന് GKക്ക്. ഒരു GK ക്വസ്റ്റ്യൻ വായിക്കുന്നു, അറിയാമെങ്കിൽ ടിക്ക് ഇടുക, പോവുക, അല്ലെങ്കിൽ വേണ്ട. അല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം എഴുതാനായിട്ടുള്ള സമയം അവിടെ ഇല്ല, അല്ലേ? മാക്സിമം റീസണിങ് ചെയ്യുന്ന പോലെ കാൽക്കുലേഷന്റെ സമയം ഇവിടെ ആവശ്യമില്ല. അറിയാമെങ്കിൽ ഉത്തരം എഴുതുക, ടിക്ക് ഇടുക, പോവുക, അല്ലെങ്കിൽ അടുത്തത്, അല്ലെ? അപ്പോൾ ഈ പറയുന്ന ആള് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഏറ്റവും രണ്ടാൾക്കാരാ GK ഇംഗ്ലീഷ്. ഇത് ആർക്ക് കൂടുതൽ അറിയാവോ അവർ ആദ്യം ജോലിക്ക് കയറും. അങ്ങനെയായിരിക്കും. ഒരു ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ടാൾക്കാരായിരിക്കും GK ഇംഗ്ലീഷ്. ദെൻ പ്രാക്ടീസ് കുറയ്ക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസം ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യണമെങ്കിൽ വീണ്ടും 4 ദിവസം നിങ്ങൾ അധികം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം നമ്മൾ ലാഗ് ആകുമ്പോൾ 10 കുട്ടികൾ നിങ്ങളെ മറികടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ റിവിഷൻ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഡെയിലി റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി റിവിഷൻ ചെയ്യുക. നമ്മൾ പഠിച്ച സാധനങ്ങൾ ഓർക്കുക. ഇപ്പോൾ GKക്കൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ പറയുന്ന വീക്ക്ലി റിവിഷനൊക്കെ ആവശ്യം വരിക. നമ്മൾ കാരണം ഓരോ ദിവസം ഇങ്ങനെ പഠിച്ച് പോവുക. ഒരാഴ്ചയാകുമ്പോൾ നമ്മൾ എന്താണോ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഫുള്ളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, മോക്ക്, ഫിയർ ഓഫ് മോക്ക്. ഡെയിലി മോക്ക് ചെയ്യുക, അല്ലേ? നമ്മൾ മോക്കിന് നമ്മൾ അങ്ങനെ നിസ്സാരവത്സരിച്ച് കാണരുത് എപ്പോഴും, അല്ലേ? അപ്പോൾ മോക്ക് ചെയ്യാനായിട്ട് പേടി. നമ്മൾ എക്സാം സെന്ററിൽ ഇരുന്ന് നമ്മൾ തെറ്റിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇരുന്ന് തെറ്റിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ആ ഒരു ചോദ്യം തെറ്റുമ്പോൾ നിങ്ങൾ വീണ്ടും കൂടുതലൊന്നും ഓർക്കും, എനിക്ക് അത് എവിടെ തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവൻ ആ ചോദ്യത്തിന് ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും, അല്ലേ? നമ്മൾ എക്സാം സെന്ററിൽ ഇരുന്ന് ആ ചോദ്യം തെറ്റിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് നമ്മൾ വീട്ടിൽ ഒരു മോക്ക് ചെയ്യുമ്പോൾ ഇരുന്ന് തെറ്റിക്കുന്നത്, ശരിയല്ലേ? അത്രയും ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ മോക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്സും അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യവും, ഒരു എക്സാമിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്കിനെയും കൂടെ കാണുക. മെയിൻസിനെ ഇഗ്നോർ ചെയ്യുന്നത്. കാരണം പലരും പഠിക്കുന്നത് പ്രിലിംസ് ബേസ് ആയിരിക്കും. കാരണം ഞാൻ പ്രിലിംസ് കിട്ടിയിട്ട് എനിക്ക് മെയിൻസ് മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പലരും പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കുക. നമ്മളിപ്പോഴും പഠിക്കുന്നത് മെയിൻസിന് കണക്കാക്കിയായിരിക്കണം. എനിക്ക് മെയിൻസ് കിട്ടിയാൽ ഞാൻ എന്ത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മെയിൻസിനായിട്ട് വരുന്ന ഒരേ ഒരു ടോപ്പിക് GK എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അവനെയും കൂടെ നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നോക്കിയല്ലേ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓമാരെയൊക്കെ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഒരു ബിഗിനർ, ആസ് എ ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര മാസം ഒരു സ്റ്റഡി പ്ലാൻ ഇതിന് വേണ്ടി വരുമെന്നാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മാസം സമയം നിങ്ങൾക്ക് ബേസിക്സിനായിട്ട് എടുക്കും. മിനിമം 2 to 3 months നമുക്ക് എന്തെടുക്കും, ബേസിക്സിനായിട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ പോകുന്നത് പ്രാക്ടീസിലോട്ടാണ്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രാക്ടീസ് സെക്ഷൻസ് തരും. നിങ്ങൾക്ക് മെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ മെന്റേഴ്സ് കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യും. ആ വർക്കൗട്ട് എല്ലാം ചെയ്ത് നിങ്ങൾ ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനെ നിങ്ങളെ പരിചയപ്പെടും. എന്നിട്ടാണ് നിങ്ങൾ എന്തിലോട്ട് പോകുന്നത്, ഈ പറയുന്ന ഫുൾ മോക്കിലേക്ക് പോകുന്നത്. ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെയിലി എക്സാംസ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. എക്സാമിൽ എങ്ങനെയാണോ ചോദ്യങ്ങൾ വരുന്നത് അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ചെയ്യാനായിട്ട് പറ്റും. മോക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിൻസിനൊക്കെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാമിനെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. ഒരു ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് ഇനി ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്. ഈ പറയുന്ന എല്ലാ എക്സാമും നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന എല്ലാ എക്സാംസും നമുക്ക് വിളിച്ചു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സാം എഴുതണമെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം 6 മാസം മുമ്പുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ ഒരു ഏപ്രിൽ മാർച്ച് ആ സമയം തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. അപ്പോൾ ഈ ഒരു 6 മാസത്തെ എക്സാം അല്ലെ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിവതും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.